അത് കൊടും ശൈത്യമാണ്. നമുക്കറിയാം ഡെസേർട്ട് ഉള്ള തണുപ്പ്. രാത്രി കാലങ്ങളിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഷൂട്ടുണ്ട്. ഇവരുടെ ഈ കോസ്റ്റ്യൂം കൊണ്ട് അറിയാം വാം ക്ലോത്ത്സ് ഒന്നും ഇടാൻ സാധിക്കുന്നില്ല. വാം ക്ലോത്ത്സ് ഒന്നും ഇടാൻ സാധിക്കാതെ തന്നെ ആ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് അവിടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. എന്നാൽ ഈ ഷൂട്ടിംഗ് അവസാനിച്ചപ്പോൾ ചെന്നൈയിൽ പോണ്ടിച്ചേരിയിൽ സെഞ്ചി ഫ്ലൂട്ടിൽ അവസാനിക്കുമ്പോൾ കൊടും ചൂട് അതിനെ അവഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പൊടിക്കാറ്റടിച്ചു, അങ്ങനെ നിർത്തേണ്ടി പണിയുണ്ടായി. സിനിമയിൽ ബന്ധപ്പെട്ട ചിത്രീകരണത്തിൽ ഇതുപോലെ പൊടിയടിച്ച് പലർക്കും പനിയുണ്ടായി, രോഗമുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചു. പക്ഷെ എല്ലാവർക്കും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും അച്ഛൻ എന്നുള്ള നിലയിലും ഞാൻ ഏറ്റവും ടെൻഷൻ അനുഭവിച്ചത് പോണ്ടിച്ചേരിയിൽ ഷൂട്ടിംഗ് നടത്തുമ്പോഴാണ്. സെഞ്ചി ഈ കഥയിൽ ഒരു എല്ലാം രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ നിലനിർത്തുന്ന എല്ലാവർക്കും അറിവുള്ളതാണ്. അതിന്റെ ഭാഗമായി ലൊക്കേഷനിലൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. നിർഭാഗ്യവശാൽ അന്ന് 2000-ൽ പല ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ളൊരു ഷോട്ട് എടുക്കുന്ന വേളയിൽ ഞാൻ കൂടി ചെന്നിറങ്ങുന്നതാണ്. ഞാൻ ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് കൂട്ട ഓട്ടമാണ്. എല്ലാവരും ലാൽ മാത്രം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, ബാക്കി എല്ലാവരും കൂട്ട ഓട്ടമായി കേട്ടില്ല. എല്ലാവരെയും കടന്നലാണോ തേനീച്ചയാണോ ഇത് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ആരോ വന്ന് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അവിടെ സെക്യൂരിറ്റി നിന്നവർ ആ മൊബൈൽ വാങ്ങിച്ച ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തവന്മാർ നോക്കിയപ്പോൾ നേറിയൊരു കടന്തൽ കൂടുന്നുണ്ട്. അതിലേക്ക് 4 കല്ല് വലിച്ചിട്ടുണ്ട്. ആ കടന്തലെല്ലാം കൂടെ വന്ന് കുത്തിപ്പറിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞൊരു മകൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്നുള്ള നിലയിൽ ആദ്യം കാണുന്ന എൻ്റെ മകൻ്റെ മുഖമാണ്. എൻ്റെ മകനാണ് പെട്ടെന്ന് മനസ്സിലാകുന്നതുപോലെ കടന്നിൽ കുത്തിയിരിക്കുന്നത്. മാത്രമല്ല മണികണ്ഠൻ ഇവിടെയുണ്ട്. മണികണ്ഠൻ്റെ അവസ്ഥയും വന്നത് അതിൽ വന്ന ഒരു ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ നമുക്ക് മോഹപ്പെട്ട ഭയം തോന്നുന്ന നിലയിലേക്ക് മാറി. വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അതുപോലൊരു പ്രദേശത്ത് ഗ്രാമീണ പ്രദേശ ആശുപത്രിയുടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. പക്ഷെ 100-120 പേര് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ ചലഞ്ച്, സത്യം പറഞ്ഞാൽ ഏറ്റവും ആശങ്ക തോന്നിയ ഒരു സന്ദർഭം. ഒട്ടനവധി ചലഞ്ചസ് ഉണ്ട് ഈ സമയത്തുള്ള പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. പക്ഷേ സർ ഇത് ഒട്ടും ബോറടിക്കുന്നതായിട്ടല്ല. ബട്ട് വി വുഡ് ഓൾ ലവ് ടു ഹിയർ ദി എക്സ്പീരിയൻസസ്. പക്ഷേ സർ ഇത് വേറെ ദിവസം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ഓഫ് ദാറ്റ്, ഇത്രയും ഒരു മനോഹരം ബ്ലോക്ക് ബസ്റ്റർ ആകാൻ പോകുന്ന മൂവി ഭാഗമാണ്. താങ്ക് യു സോ വെരി മച്ച്. ഐ റിക്വസ്റ്റ് യു ടു സ്റ്റേ ബാക്ക് ബിക്കോസ് യു ആർ ഗോയിങ് ടു ഇൻവൈറ്റ് ദ മാൻ ബിഹൈൻഡ് ദ മാജിക്. The one and only Vigo Jose. നമസ്കാരം. ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് പടം ചെയ്തപ്പോൾ മറക്കാൻ പറ്റാത്തൊരു അനുഭവം, ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് നമുക്കൊപ്പം ഷെയർ ചെയ്യാമോ? പറയാനില്ല. എൻ്റെ സിനിമയിലാണ് അനുഭവം. കണ്ടെന്നത് നിജം, കണ്ടതെല്ലാം പൊയ്യെന്ന് ഇനിയത് നിജം എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവം. അതിനായിട്ട് പറയാം. Something to the man behind the magic. പറഞ്ഞില്ലേ ഇവർ തമ്മിലുള്ള ഏത് ലാംഗ്വേജിലാണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ മുതൽ 10 മിനിറ്റ് ഞാൻ കഥ തീർന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്ന ആ ആശയം വലിയ കഥയായി മാറുകയാണ്. സ്വഭാവത്തെ മൂടി ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഇൻട്രാക്ഷൻ ഞാൻ കാണുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു ലാംഗ്വേജ് കൂടി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആയാസമാണ്. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എനിക്കും ലിജോക്കൊക്കെ ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. 2 വയസ്സുള്ളപ്പോൾ സിനിമയിൽ വന്ന ഒരാളാണ് ലാലേട്ടൻ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ ഞങ്ങൾ 40+കാരാണ്. ഏതാണ്ട് 44 അപ്പം ഇത്രയും കാലം സിനിമയിൽ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയിച്ച ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഒരാളുടെ കൂടെ വർക്ക് ചെയ്തു. ലിജോയെ ഞാനും ഒരുമിച്ച് 3ാമത്തെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ലാലേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. അതിലുപരി ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ
ഇരട്ടി മധുരമാണ് എന്നെ സംബന്ധിച്ചത്. കാരണം ഒരു അക്ഷയുടെ ഒരു ലോട്ടറി എടുത്ത് 1 കോടി അടിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു 200-300 രൂപ കൊടുത്ത ഒരാൾ ബമ്പർ വാങ്ങും. അടുത്ത മാസത്തെ നറുക്കെടുപ്പിന് ആ ഓണം വന്നു അയാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം പ്രിയൻ സാറിന്റെ ഓളമുത്തി നമുക്കറിയാം. മലയാള സിനിമയെ പി.എൻ. മേനോൻ സാർ വാതിൽ ചിത്രീകരണത്തിലേക്ക് മുഴുവനായിട്ട് കേരളത്തിലേക്ക് പറിച്ചു നട്ട ഒരു സിനിമ. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സിനിമ. ആ സിനിമ വീണ്ടും എം.ടി. സാറിന്റെ 10 കഥകൾ 10 സംവിധായകർ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ നിൽക്കുന്നത് അത് നമ്മുടെ എപ്പോഴത്തെയും വലിയ സംവിധായകനായ പ്രിയൻ സാറിന്റെ സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയിൽ മധുസാർ അവതരിപ്പിച്ച കഥാപാത്രം ലാലേട്ടൻ അവതരിപ്പിക്കുന്നത്, ജോസ് പ്രകാശ് സാർ ചെയ്ത ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പ്രിയൻ സാർ ഒരു ദിവസം രാത്രി അപ്പൊ ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷം, അതാണ് ഞാൻ അക്ഷയരോട് എന്ന് ഞാൻ പറയാം. അതിൻ്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചോളം തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജോ എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ലിജോയുടെ ഈമയും ജെല്ലിക്കെട്ടും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. ഒരു നടന്മാരെപ്പോഴും അങ്ങനെ, നടി നടന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇയാളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ചോദിക്കൽ കുറവായിരിക്കും. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു സംവിധായകനാണ് ലിജോ ഫിലിപ്സ്. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ കോളേജിൽ അപ്പൊ ഞാൻ ചെന്നൈയിൽ